ഈ വീഡിയോയിൽ നമ്മൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം പാടുള്ളൊരു പ്രോഗ്രാമാണ്. ഇത് 2 3 പ്രാവശ്യം നമ്മളിതിനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ലാബ് എക്സാമിന് എന്തായാലും ചോദിക്കാനും ഒട്ടുമിക്കപ്പോഴും പലർക്കും കിട്ടാറുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്റ്റാക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റാക്ക് അറിയില്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാക്ക് പഠിച്ചിട്ട് തിരിച്ച് ഈ വീഡിയോയിലേക്ക് വന്നാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് ആക്കുന്ന ആ ഒരു മെത്തേഡ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഇൻഫിക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ എക്സ്പ്രഷൻ ഓരോ എലമെൻ്റ്, അതായത് എ പ്ലസ് ബി അങ്ങനെ ഓരോ എലമെൻ്റ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യും. അതനുസരിച്ചിട്ട് ഈ ഓപ്പറേറ്റേഴ്സൊക്കെയാണ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണത്. ഈ വേരിയബിൾസൊക്കെയും കൂടെ നമ്മളുടെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ഉണ്ട്, അതിലേക്ക് ഡയറക്റ്റ് അപ്പൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ചെയ്യാൻ അത്യാവശ്യം നല്ല പാടുണ്ട്. അപ്പോൾ ഇവരാദ്യം ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഐട്രേഷൻ സെറ്റ് ചെയ്യാണ്. ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ യൂസ് ചെയ്യാം. അപ്പോൾ ഐക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് 0th ഇൻഡെക്സ് തൊട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊരു പരിപാടി. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ I0 ആയിട്ട് എടുത്ത്, അപ്പോൾ ഈ XP എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു എക്സ്പ്രഷനെ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ XP ഓഫ് I എന്ന് പറയുന്നത് ഇവിടുത്തെ A ആയിരിക്കും. അപ്പോൾ ആ A അവർ എടുത്തു, ഒപ്രാൻഡാണ്. അതുകൊണ്ട് ഇവർ അതിനൊരു പോസ്റ്റ് ഫിക്സിൻ്റെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ കണ്ട പോസ്റ്റ് ഫിക്സ് ഈക്വൽ ടു A എന്നും പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓപ്പറാൻഡാണ്, അതുകൊണ്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് ഐട്രേഷൻ എന്ന് പറയുന്നത് ഈ XP ഓഫ് ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ A കഴിഞ്ഞിട്ട് പ്ലസ് ആണ് വന്നത്, പ്ലസ് ഒരു ഓപ്പറേറ്ററാണ്, അതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് അത് പുഷ് ചെയ്തു. അപ്പോൾ ഇത്രയും നേരം സ്റ്റാക്ക് എംപ്റ്റി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റാക്കിലേക്ക് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐയുടെ വാല്യൂ 2 ആവും. അപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ A പ്ലസ് കഴിഞ്ഞിട്ട് B ആണ് വന്നത്. അപ്പോൾ B ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. B ഓപ്പറൻ്റ് ആയതുകൊണ്ട് നമ്മൾ ആ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വേരിയബിളിലേക്ക് ബീനെ അപ്പൻഡ് ചെയ്തു. സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും സ്റ്റാക്കിൻ്റെ അകത്ത് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റർ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ആയി 3 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് B കഴിഞ്ഞിട്ട് വരുന്നത് നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളാണ്. അപ്പോൾ അത് ഓപ്പറേറ്റർ ആയതുകൊണ്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഈ XP ഓഫ് ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് 4 ആയി. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ കഴിഞ്ഞിട്ട് C ആണ് വരുന്നത്. അപ്പോൾ സീനെ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്റ്റാക്കുമ്പോൾ വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിലെന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 5 ആയി. ഈ 5 വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ C കഴിഞ്ഞിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ അതൊരു ഓപ്പറേറ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റാക്കിൻ്റെ അകത്തുള്ള ഏറ്റവും ടോപ്പിലുള്ള ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതും ഇതും തമ്മിലുള്ള ഒരു പ്രിസിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് പ്ലസ്സിനാണോ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്, അതോ മൾട്ടിപ്ലിക്കേഷനാണോ പ്രിഫറൻസ് കൂടുതലുള്ളതെന്ന് ചെക്ക് ചെയ്യും. ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ഭയങ്കര പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പല് സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മളുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ പോസ്റ്റ് ഫിക്സിൻ്റെ ആ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ABC സ്റ്റാർ എന്നും പറഞ്ഞിട്ട് റീനെയിം ആവും, അതായത് ചേഞ്ച് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്ലസ് ഓപ്പറേറ്റർ ഉണ്ട്,
അപ്പോൾ പ്ലസ് അതും നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അതും ആഡ് ചെയ്ത് സ്റ്റാർ കഴിഞ്ഞിട്ട് പ്ലസും ഈ ഒരു എക്സ്പ്രഷൻ്റെ വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്ത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളുടെ സി കഴിഞ്ഞിട്ടുള്ള പ്ലസിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 6 ആയി. 6 ആയതിന് ശേഷം നമ്മൾ EXP ഓഫ് 6ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കും. അതൊരു ഡി എന്ന് പറയുന്ന ഓപ്പറാൻഡാണ്, ഓപ്പറേറ്റർ അല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഈ പോസ്റ്റ് ഫിക്സിൻ്റെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് അപ്പോൾ നമ്മളുടെ ആ ഒരു എക്സ്പ്രഷൻ ABC സ്റ്റാർ പ്ലസ് ഡി എന്നും പറഞ്ഞിട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ വേറെ എലമെൻറ്റ്സ് ഒന്നും ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നുമില്ല. എല്ലാം എക്സ്പ്രഷനിൽ ഇത് നമ്മൾ ട്രാവേഴ്സ് ചെയ്തു. അപ്പോൾ ബാക്കി സ്റ്റാക്കിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളുടെ ഈ ഒരു പോസ്റ്റ് ഫിക്സിൻ്റെ എക്സ്പ്രഷനിലേക്ക് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ സി കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നല്ലോ, അതിനെ നമ്മൾ ഈ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഫൈനൽ വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡി കഴിഞ്ഞിട്ട് ആ ഒരു പ്ലസ് ഓപ്പറേറ്റർ ആഡ് ആവും. ഇതാണ് സ്റ്റാക്കിൻ്റെ വർക്കിംഗ് വന്നത്.